ഹായ്. അപ്പം നമ്മളിന്ന് ബാക്കി പോർഷൻസ് തീർക്കണ്ടേ? അപ്പം അതിനായിട്ട് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഡൈവേർജൻസ് ആൻഡ് കേളാണേ. അപ്പം ഡൈവേർജൻസ് ആൻഡ് കേള്, ഡൈവേർജൻസ് എന്ന് പറയുമ്പം ഡെൽ എഫിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം സ്കെയിലാറിൻ്റെ നമ്മൾ കണ്ടില്ലേ, ഡെൽ എഫ്. അപ്പം ആ ഡെൽ എഫിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. കേളെന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫിനെയാണ് കേളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഞാനപ്പം എഴുതി കാണിക്കാം ഡൈവേർജൻസും കേളും. അപ്പോൾ ആദ്യം ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ്, ഡെൽ ഡോട്ട് ആയിരിക്കും. ഡെൽ ഡോട്ട് എഫിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേൾ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ്, ഡെൽ ക്രോസ് എഫിനെയാണ് കേൾ എന്ന് പറയുന്നത്. ഇവിടെ ഡെൽ എന്ന് വെച്ചാൽ എന്നാ? ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതിനെയാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഡെൽ, ഇതിനെയാണ് ഡെൽ എന്ന് പറയുന്നത്. ഡെൽ എന്ന് വെച്ചാൽ എന്നാ? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതിനെയാണ് ഡെൽ എന്ന് പറയുന്നത്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫും, കേൾ എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫും. ഇതാണ് ഡൈവേർജൻസും കേളും. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൈവേർജൻസും കേളും കണ്ടുപിടിക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോണേ. എക്സ് വെക്റ്റർ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് വൈ ക്യൂബ് ഇസഡ് ജെ പ്ലസ് 3z k. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് വൈ ക്യൂബ് ഇസഡ് ജെ പ്ലസ് 3z k. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡൈവേർജൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എഫ്. ആദ്യം ഡെൽ എഴുതുക. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ഡോട്ട് എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് വൈ ക്യൂബ് ഇസഡ് ജെ പ്ലസ് 3z k. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡോട്ട് ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള ഡോട്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിപ്പോവും. അപ്പം നമ്മളെടുത്ത് ഇവിടെ എന്ത് ചെയ്യാം? സെയിം ആയിട്ടുള്ള ടേം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ സെയിം ആയിട്ടുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഐയും ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിപ്പോവും. അതാ ഇവിടെ ഞാൻ ഐ എഴുതാത്ത ഈ സ്റ്റെപ്പിൽ. ഇനി അടുത്തത് ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ ക്യൂബ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് 3z. അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ആദ്യം എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഏത്? എക്സ് സ്ക്വയർ വൈ. അപ്പം എക്സ് സ്ക്വയർ വൈൻ്റെ അവിടെ കോൺസ്റ്റന്റ് ആരാ? വൈ ഇൻറ്റു. ഇനി എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 2x പ്ലസ്. ഇനി അതുപോലെ തന്നെ വൈ ക്യൂബ് ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം അവിടെ കോൺസ്റ്റന്റ് ആരാ? വൈ ഒഴികെ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റാ. വൈ ഒഴികെ ബാക്കിയുള്ള ആരാ ഉള്ളത്? ഇസഡ്. അപ്പം ഇസഡ് ഇൻറ്റു വൈ ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ. വൈ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇൻറ്റു വൈ റേസ് ടു 3 - 1 വിച്ച് മീൻസ് എത്ര? 2. 3 - 1 എത്ര? 2. ഓക്കെ. ഇനി 3z വിത്ത് റെസ്പെക്ട് ടു ആരല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ഇസഡിൽ. അപ്പം അവിടെ കോൺസ്റ്റന്റ് ആരാ ഉള്ളത്? 3. അപ്പം നമ്മൾ പ്ലസ് 3 എന്ന് എഴുതും ഇൻറ്റു. ഇനി ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 2xy പ്ലസ്
3y² പ്ലസ് 3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതാണ് ഡൈവേർജൻസ്. ഓക്കെ, ഇതാണ് ഡൈവേർജൻസ്. ഡിവ് എന്ന് പറയും, ഡിവ് എന്നും പറയും, ഡൈവേർജൻസ് എന്നും പറയും. ഷോർട്ട് ഫോം ആണ് ഡിവ്. ഇനി എന്താ കണ്ടുപിടിക്കണം? കേൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കേളാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കേൾ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ക്രോസ് എഫ്. ഡെൽ ക്രോസ് എഫ് ആണ് കേള്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇത് വരച്ചു, IJK ഡിനോട്ട് ചെയ്തു. ഇനി ഡെല്ലിൻ്റെ ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ അല്ലേ? അപ്പം ഡോ ബൈ ഡോ എക്സ് അല്ലേ ഐയുടെ കൂടെ ആരാ ഉള്ളത്? ഡെൽ ഓപ്പറേറ്ററിൻ്റെ അകത്ത് ഐയുടെ കൂടെ ഉള്ള ആരാ? ഡോ ബൈ ഡോ എക്സ് അല്ലേ? അതപ്പം ഡോ ബൈ ഡോ എക്സിൻ്റെ താഴെ എഴുതുക. ഇനിയും ഡെൽ ഓപ്പറേറ്ററിൻ്റെ അകത്ത് ജെയുടെ കൂടെ ആരാ? ഡോ ബൈ ഡോ വൈ. അതുപോലെ തന്നെ എന്താ ഡെൽ ഓപ്പറേറ്ററിൻ്റെ അകത്ത് കെയുടെ കൂടെ ആരാ? ഡോ ബൈ ഡോ ഇസഡ്. ഇനി അതുപോലെ തന്നെ എഫ് തന്നിരിക്കുന്ന എഫക്ടറിൻ്റെ അകത്ത് ഐയുടെ കൂടെ ആരാ ഉള്ളത്? ഐയുടെ കൂടെ x²y. ഇനി അതുപോലെ തന്നെ ജെയുടെ കൂടെ ആരാ? y³ z. അതുപോലെ തന്നെ കെയുടെ കൂടെ ആരാ? 3z. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ പറഞ്ഞുതരാം. ഈ ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതാണ് നമ്മളുടെ ഡെല്ല്. അതിൻ്റെ അകത്ത് ഐയുടെ കൂടെ ആരാണോ അവരെ വേണം നമ്മൾ ഐയുടെ താഴെയായിട്ടിടാം. ഇത് കണ്ടോ, ഡെൽ ക്രോസ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ ആദ്യം ഡെല്ല് വേണം എഴുതാൻ, അത് കഴിഞ്ഞിട്ട് എഫ് എഴുതാവുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം ഡെല്ല് എഴുതുക. അപ്പം ഡെല്ലിൻ്റെ അകത്ത് ഐയുടെ കൂടെ ആരാ ഉള്ളത്? ഡോ ബൈ ഡോ എക്സ്. ആ ഡോ ബൈ ഡോ എക്സ് ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത ജെ കമ്പോണൻ്റ്. അടുത്ത ജെയുടെ കൂടെ ആരാ ഉള്ളത്? ഡോ ബൈ ഡോ വൈ. ആ ഡോ ബൈ ഡോ വൈ ഇവിടെ എഴുതി. അടുത്തത് കെയുടെ കൂടെ ആരാ ഉള്ളത്? ഡോ ബൈ ഡോ ഇസഡ്. ഡോ ബൈ ഡോ ഇസഡ് കെയുടെ താഴെ എഴുതി. അതുപോലെ തന്നെ എഫിലും ആ സെയിം പ്രോസസ്സ് തന്നെ. ഐയുടെ കൂടെ ആരാ ഉള്ളത്? x²y. അത് നേരെ ഐയുടെ നേരെ താഴെ എഴുതി x²y. ഇനി ജെയുടെ കൂടെ ആരാ? y³ z. ആ y³ z നേരെ താഴെ എഴുതി. അതുപോലെ കെയുടെ കൂടെ ആരാ? 3z. കെയുടെ നേരെ താഴെ എഴുതി. ഓക്കെ, ഇനി നമുക്കിത് ഇനി ക്രോസ് ചെയ്യാം. അപ്പോൾ ഈ ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഐനെ എടുക്കും. ഐനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും സാധനം മറച്ചു പിടിക്കണം. എത്രയും ഞാൻ കാണിക്കാവേ. ഇതന്നെ, ഇത്രയും സാധനം മറച്ചു പിടിക്കണം. കണ്ടോ, ഇത്രയും സാധനം മറച്ചു പിടിക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ കിട്ടും. ഈ സ്ക്വയർ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ ഇൻറ്റു ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടൈമാണ് ഉള്ളത്. നമ്മൾ ആദ്യം ഐ എടുത്തത്. ഐ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഐയുടെ ഇങ്ങോട്ടുള്ള ഇത് മറച്ചു പിടിക്കണം. താഴോട്ട് മീൻസ് ഐയുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനും മറച്ചു പിടിക്കണം. വെർട്ടിക്കലും മീൻസ് ഐയുടെ 2 ഡയറക്ഷൻ. ഇങ്ങനെ ഐ എങ്ങോട്ടാക്കി എന്താ അപ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ടും മറച്ചു പിടിക്കുക. ഇത് രണ്ടും മറച്ചു പിടിക്കുക. നമുക്ക് ഇത്രയും കിട്ടും. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അതെങ്ങനെയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ കിട്ടും? ഡോ ബൈ ഡോ വൈ 3z. എന്നിട്ട് മൈനസ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ ആദ്യം ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. ഒരിക്കലും ഇതും മൾട്ടിപ്ലൈ ചെയ്യില്ല. ആദ്യം ഇതും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് മൈനസ് എണ്ണം. എന്നിട്ട് ഡോ ബൈ ഡോ ഇസഡ് y³ z. ഇത്രയേ ഉള്ളൂ. ഇനി ഈ മെട്രിക്സിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് പ്ലസ്
മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇങ്ങനെ ആയിരിക്കും മെട്രിക് ഡിറ്റർമിനൻ്റ് അകത്ത് കിടക്കുന്ന സൈൻ. അപ്പം നമ്മൾ ആദ്യം എടുത്തത് ഐ എന്ന് പറയുമ്പോൾ പ്ലസ് ആയിട്ടായിരിക്കും എടുക്കുന്നത് കണ്ടോ. പക്ഷേ ഇനി രണ്ടാമത് എടുക്കാൻ ജെ എന്ന് പറയുന്ന ടേം മൈനസ് ജെ എന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ മൈനസ് ജെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കണം? മൈനസ് ജെ എന്ന് പിടിക്കുമ്പോൾ കുരിശു പോലെ കണ്ടോ, ഇങ്ങനെ ഒരു ടി പോലെ ടി പോലെ ഇങ്ങനെ പിടിക്കണം. അപ്പം നമുക്ക് ബാക്കി മിച്ചമുള്ള ഏതൊക്കെയാണ്? ഇതും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അപ്പം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ വൈ, അത്രേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ കെ വരുമ്പോൾ ഏതാ എങ്ങനെയാണ് മറച്ചു പിടിക്കണ്ടേ? കെ വരുമ്പോൾ ഇങ്ങനെ മറച്ചു പിടിക്കണം അല്ലേ? മിച്ചമുള്ള ടേം എന്താ? ഈ 4 ടേം. അപ്പോൾ ആ 4 ടേമിനെ എഴുതേണ്ട എങ്ങനെയാണ്? ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ് ഇസഡ് മൈനസ് ഡോ വൈ ഓഫ് ഏതാണ്? എക്സ് സ്ക്വയർ വൈ കണ്ടോ. ഇവിടെ ഞാനിവിടെ കെ തുടങ്ങുന്നതിന് പ്ലസ് ആയിട്ട് കണ്ടോ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ പ്ലസ് എടുത്തത്. ഇനി ഇതിന്റെ ആൻസർ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? ഡോ വൈ ഓഫ് 3z ഡെറിവേറ്റീവ് ഓഫ് 3z വിത്ത് റെസ്പെക്ട് ടു ആര്? വൈയില്. അതെന്താണ്? 0. കാരണം തന്നെ ഇവിടെ വൈ ടേം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 3zന്റെ കൂടെ വൈ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തം കോൺസ്റ്റന്റാ. അപ്പോൾ ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 0 ആയി പോവും. മൈനസ് ഇനി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ക്യൂബ് ഇസഡിന്റെ ഡോ ബൈ ഡോ ഇസഡ് അവിടെ എന്ന് പറയുമ്പോൾ ഇസഡ് ടേം ഉണ്ട്, വൈ ക്യൂബ് കോൺസ്റ്റന്റാ. അപ്പോൾ വൈ ക്യൂബിനെ അങ്ങോട്ട് മാറ്റി എഴുതി. ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പറ്റും? 1 ആകും. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല 1 എന്ന്. വൈ ക്യൂബ് ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1 അല്ലേ, അതുകൊണ്ട് ഞാൻ വൈ ക്യൂബ് എന്നേ എഴുതുന്നുള്ളൂ. ഇനി മൈനസ് ജെ അത് കഴിഞ്ഞിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z കോൺസ്റ്റന്റ് ആ മൊത്തം. എക്സ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആയി പോകും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ വൈ അവിടെ ഇസഡ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. അപ്പോൾ 0 മൈനസ് 0 ആയി ഇവിടെ. അതുപോലെ തന്നെ കെയുടെ അവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ് ഇസഡിന്റെ അവിടെ എക്സ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും 0 ആയിപ്പോയി. മൈനസ് ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈൻ്റെ അവിടെ വൈ ടേം ഉള്ളതുകൊണ്ട് അത് 0 ആവത്തില്ല. അപ്പം ആ കോൺസ്റ്റന്റ് ആദ്യം മാറ്റി എഴുതുക. എന്നിട്ട് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ചെയ്ത് എന്ത് പറ്റും? 1 ഇൻറ്റു എക്സ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം ഫൈനൽ ആൻസറിലോട്ട് വരുമ്പോൾ മൈനസ് വൈ ക്യൂബ് ഐ മൈനസ് എക്സ് ക്യൂബ് കെ. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. മൈനസ് വൈ ക്യൂബ് ഐ മൈനസ് എക്സ് ക്യൂബ് ജെ. ഇതാണ് ഡൈവേർജൻസും കേളും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതുപോലത്തെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഡൈവേർജൻസും കേളും അത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സ് ആൻഡ് സിങ്ക് ആണ്. അത് വലുതായിട്ടൊന്നുമില്ല. അത് ഞാൻ അടുത്ത ടോപ്പിക് ഇനി എടുക്കാൻ പോകുന്നത് സോളിനോയിഡൽ ആൻഡ് ഇറോട്ടേഷണൽ വെക്ടർ ഫീൽഡാണ് എടുക്കാൻ പോകുന്നത്. അതപ്പം അടുത്ത വീഡിയോയിലാണ് എടുക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.